1.5 മണിക്കൂർ തന്നെ ആ ഒരു പൊരി വെയിൽ കയറിയിട്ട് ഇതേ വരുന്നു. എന്ത് പരിപാടിയാറാ, എത്ര നേരമായിന്നറിയോ. സീറ്റ് ബെൽറ്റ് ഇടും, സീറ്റ് ബെൽറ്റ് ഇടും ഗായ്സ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് നാളായിട്ട് നീ കണ്ടെടുത്തോ ആഗ്രഹിച്ച് നടന്ന 2 കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ അങ്ങോട്ട് സാക്ഷാത്കരിക്കാന്നല്ല പറയാ, സാക്ഷാത്കരിക്കാൻ പോവാണ്. അതിൽ ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ യൂട്യൂബ് വരുമാനം കൊണ്ട് ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൗണിനൊക്കെ മുമ്പ് ബുക്ക് ചെയ്തതാണ്. ഇന്നാണ് ആ ഒരു കാറിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സെക്കൻഡറി ചാനൽ ഞാൻ ഒരാഴ്ച മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ ഇപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതോടുകൂടി ഒരു 4000 വാച്ച് ഹവർ എൻ്റെ കംപ്ലീറ്റ് ആയി. എനിക്ക് ഇന്ന് ആ ഒരു ചാനലിൽ മോണിറ്റൈസേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു പൊളി ദിവസമാണ് ഇന്ന്. ഞാൻ കുറേ നാളുകളായിട്ടൊരു സ്വന്തമായിട്ടൊരു കാർ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഏത് കാർ വാങ്ങണം എന്നുള്ള ഒരു കാര്യത്തിൽ. അവസാനം ഞാൻ ടാറ്റയുടെ ഒരു വണ്ടിയാണ്, ഏതാന്നൊക്കെ ഞാൻ പറയാം, ഷോറൂമിൽ എത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അഭിപ്രായമൊക്കെ ചോദിച്ച് അവസാനം ഞാൻ എന്തായാലും ആ ഒരു വണ്ടി തന്നെ എടുക്കാൻ തന്നെ വിചാരിച്ചു. അധികം നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഒന്നും ആ ഒരു വണ്ടീനെ കുറിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കുള്ള ഹൈസൻ മോട്ടോഴ്സിലൊക്കെയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ എന്താ പറയുക കാറും കാര്യങ്ങളൊക്കെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. യൂട്യൂബ് വരുമാനം എന്ന് പറയുമ്പോൾ എന്താ പറയുക 1 മാസത്തെയോ 2 മാസത്തെയോ ഒന്നല്ല കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 വർഷത്തോളമായി. അപ്പോൾ ആ ഒരു കാറ് വാങ്ങാനുള്ള ഒരു പൈസ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്നും കിട്ടിയില്ല. എനിക്ക് ഓൾറെഡി വരുമാനം കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് കുറവാണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് റെഡി ക്യാഷ് ഒന്നല്ല, നമ്മൾ ഫിനാൻസ് ഇട്ടിട്ട് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എൻ്റെ കഥകളൊക്കെ ഞാൻ എൻ്റെ Q&A വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് +2 കഴിഞ്ഞിട്ട് ഒരു ജോലിക്കൊക്കെ പോയി ആകെ അകപ്പത്തിച്ച് ജീവിതം തന്നെ ഒരു ചോദിച്ചിട്ടുണ്ടായിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇപ്പോൾ ക്ലിക്കാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ചാനൽ ക്ലിക്കായി ഇപ്പോൾ ഏകദേശം ഒരു 6 ലക്ഷത്തോളം എന്താ പറയുക സപ്പോർട്ട് സ്നേഹം അങ്ങനെ വാരിക്കോരി തരുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 1.5 ലക്ഷത്തോളം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ സ്നേഹം സപ്പോർട്ട് എവിടെ പോയാലും ഇങ്ങനെ നിങ്ങൾ സ്നേഹിച്ച് അവസാനം ഇപ്പോൾ നമ്മുടെ ചാനലിൽ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കാറിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ബക്കറ്റ് ചിക്കൻ അതേപോലെ തന്നെ സൈലൻസർ മാറ്റുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തത്. ഒരുപാട് പേരൊക്കെ ഡിസ്ലൈക്ക് ചെയ്ത് പോയി, കുറേ പേര് അപ്പോഴും നമുക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും അതിലെ നെഗറ്റീവ് പറഞ്ഞ് തിരുത്തി നമ്മളെ കൊണ്ട് നല്ല വീഡിയോസ് ചെയ്യിപ്പിക്കണ കുറേ ടീംസ് ഉണ്ട്. അതേപോലെ തന്നെ ഫുൾ സപ്പോർട്ട്, ഫുൾ അതാണ് കമൻറ്റ്സ്, ഫുൾ സപ്പോർട്ട്, ലവ് ഫ്രം മലപ്പുറം, ലവ് ഫ്രം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ളവർ ഇപ്പോഴും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നല്ല ഒരു വീടാണ്. അതെന്തായാലും 2025 കൂടെ ഇതേപോലെ തന്നെ നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ വെച്ചാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനിനി വലിച്ച് നീട്ടണമൊന്നുമില്ല. ഞാൻ ഷോറൂമിൽ പോയിട്ട് ഞാൻ ബാക്കി അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഹൈസൻ മോട്ടോഴ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ഷോറൂം എന്ന് പറയുന്നത്. ഇപ്പോൾ പുള്ളിയാണ് കേട്ടോ നമ്മളെ ഷൈക്കൻ്റെ പല്ലാണ്. പുള്ളിയാണ് നമ്മളെ സെയിൽസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നത് ഹാരിയറാണ്. പിന്നെ അതിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു വണ്ടിയിലേക്ക് മാറി. ഈ ഒരു വണ്ടിയുടെ ജസ്റ്റ് വാങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏറ്റവും ഹാരിയർ എന്നുള്ളൊരു പുതിയ മോഡലാണ് BS6 2020 വന്നിട്ടുള്ള വണ്ടിയാണ്. ലേറ്റസ്റ്റ് മോഡൽ. പഴയ ഹാരിയറിന് അപേക്ഷിച്ച് ഇതിന് ടോട്ടൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും വൈഡസ്റ്റ് സൺറൂഫ് വരുന്നുണ്ട്, പ്രൊജക്ടർ ലാംപ്സ് വരുന്നുണ്ട്, ഹണിക്രോം ഗ്രിൽസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിലെ ക്രൂസ് കൺട്രോള്, JBLന്റെ എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒരു 13 lakh തൊട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഷോറൂം പ്രൈസ് 13 ലക്ഷം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇത്തിരി കൂടെ ചെറിയൊരു വണ്ടിയിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്. അതായത് ഈ ഒരു കൊറോണ ഒക്കെ കാരണം. പിന്നെ ഇതൊക്കെ പുഷ് ബട്ടൺ തന്നെയല്ലേ? സ്റ്റാർട്ട് ബട്ടണാണ്. പ്ലസ് ടെലിസ്കോപ്പിക് വരുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് ഇതിന്റെ സീറ്റ്സ് വരുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഹാരിയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് പ്ലാൻ ചെയ്തത് ഈ ഒരു വണ്ടിയിലേക്കാണ് നമ്മൾ കയറിയത്. പിന്നെ ഇതിനും കുറച്ച് പ്രൈസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മാറി.
ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയും. ഇത് ഗ്ലോബൽ ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം, അതായത് നമുക്ക് ക്രാഷ് ടെസ്റ്റിൽ വിജയിച്ച നമ്മുടെ രണ്ടാമത്തെ വണ്ടിയാണ് ഈ വരുന്നത്. ഇത് 5 സ്റ്റാർ തന്നെയാണല്ലോ, 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഡെത്ത് ഇഞ്ചുറീസ് ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ നമുക്ക് പുതിയ ഡിസൈൻ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇതിനൊക്കെ ഒരു ഷോറൂം പ്രൈസ് 744 ആ റേഞ്ചിലാണ് തന്നെ. എല്ലാ ഈ അലോയിലെല്ലാം ഫീച്ചേഴ്സ് ഫുൾ ഓപ്ഷൻ. ഓക്കെ. സ്റ്റാർട്ടിംഗ് മോഡലിന് നമുക്കൊരു 6 ആ റേഞ്ചിലേക്ക് 6 lakh ബേസ് മോഡലിനല്ലോ. ബേസ് മോഡൽ നമ്മൾ ഫുൾ ഓപ്ഷൻ ഇതിൻ്റെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ ഒരു കൊറോണ അപ്പോഴും നമുക്കൊരു പണി വന്നു. അപ്പോൾ ഈ ഒരു പ്ലാന് നമ്മൾ മാറ്റി. പിന്നെ ഇതിൻ്റെ ഡോറിന് അതിന് 90 ഡിഗ്രി വൈഡ് ഫീച്ചർ കൂടി വന്നിട്ടുണ്ട്. അതായത് മറ്റുള്ള സെഗ്മെന്റിൽ കാറുകൾക്ക് 90 ഡിഗ്രി ഇത്രത്തോളം മാത്രമേ തുറക്കാറുള്ളൂ. ഇതിനെ സംബന്ധിച്ച് നമുക്ക് 90 ഡിഗ്രി വൈഡ് ഓപ്പണിംഗ് ആണ് ഓപ്പൺ ആയിട്ട് 90 ഡിഗ്രിയോളം ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മറ്റൊരു സി പില്ലറിലാണ് നമുക്ക് ഇതിന്റെ ഡോർ ഓപ്പണിംഗ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുമ്പോൾ റിയർ AC വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിയർ ഫ്ലാറ്റ് ഇതാണ് വരുന്നത്. അതായത് സെന്ററിൽ വരുന്ന ഹമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തായാലും ഷോറൂം വരെ വന്നുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവസാനം ഈ ഒരു മോഡലിലേക്ക് വരെ എത്തിയതാണ്. ഈ മോഡലിന്റെ പേര്. ഇതിന്റെ മുന്നത്തെ മോഡലിൽ BS4-ന് ടോട്ടൽ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. ഒരുപാട് മാറ്റങ്ങൾ ടിയാഗോയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് സെയിം മോഡൽ ക്രോസിന്റെ ഒരു ഡിസൈൻ ഇതിലാണ് പാറ്റേണിലാണ് വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഇതില് നമുക്കൊരു 690 ആ റേഞ്ചിലേക്ക് ഇതിന്റെ മാനുവൽ ഫുൾ ഓപ്ഷൻ നമുക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ. ഏകദേശം ഫ്രണ്ടിൽ കാണുമ്പോൾ ഏകദേശം സെയിം ആണല്ലോ. ഹെഡ് ലൈറ്റിന്റെ ഭാഗം, പക്ഷെ ചെറിയൊരു വണ്ടി. ഇതിന് റേറ്റ് ഫുൾ ഓപ്ഷൻ എങ്ങനെ റേറ്റ്? നമുക്ക് ഒരു 681-ന് ഓൺ റോഡ് നമുക്ക് വണ്ടി 6 ഇഞ്ച്. ഇതിന്റെ ഇന്റീരിയർ ജസ്റ്റ് ഇത് ടച്ച് സ്ക്രീൻ എല്ലാം ഉൾപ്പെടെയാണല്ലോ. അത് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ ക്ലസ്റ്റർ മീറ്റർ ആണ് നമ്മുടെ എല്ലാ വണ്ടികൾക്കും വരുന്നത്. ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാം ഡിജിറ്റലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ABS EBD എല്ലാം സ്റ്റാൻഡേർഡ് ആണ്. 242 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്കൊരു നോർമൽ ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട എല്ലാവരും സെറ്റ് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ ഇത് കളർ ഇത് മാത്രമാണുള്ളത്. വൈറ്റ്, ഗ്രേ, പിന്നെ റെഡ് വരുന്നുണ്ട്, യെല്ലോ, സിൽവർ കളർ ഒരുപാടുണ്ടല്ലോ. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒരു 6 കളറോളം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മളൊരു പ്രീമിയം കളർ ഇത് കിട്ടിയതുകൊണ്ട്, ബ്രാൻഡിങ് കളർ ആയതുകൊണ്ട് ഈ ഒരു മോഡലിൻ്റെ കൂടെ ഉൾഭാഗം ഒന്ന് കാണാം. ഇതൊക്കെ ഞാൻ പറയാനുള്ള ചെറിയൊരു കാരണം കേട്ടോ. അത് ഞാൻ എന്തായാലും അവസാനം പറയാം, നമ്മുടെ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ ടാറ്റയുടെ കാറുകളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അത്തരത്തിലുള്ള ആൾക്കാർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബൂട്ട് സ്പേസ് നമുക്ക് മികച്ചൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. ഇത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് ബലീനോ I20 എന്നുള്ള സെഗ്മെന്റിലേക്കാണ് കോമ്പറ്റീഷൻ. അത്തരത്തിലുള്ള വണ്ടികളൊക്കെ ആ സെഗ്മെന്റിനെ അപേക്ഷിച്ച് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ, അതായത് ഇന്ത്യയിലെ ഫീച്ചർ ഒക്കെ കൂടുതലാണ്. ഒരു 8 മണി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. ഏകദേശം മൈലേജ് ഒക്കെ എത്ര വേണ്ടി? നമുക്ക് കമ്പനി 17 ആണ് പറയുന്നത്. നമുക്കൊരു 15 ആ റേഞ്ചിലേക്ക് എന്തായാലും മോഡ് വരുന്നുണ്ട്. അതായത് സിറ്റി മോഡ് വായിക്കുന്നുണ്ട്. പിന്നെ ഈ ടിയാഗോന് 23.8 ആണ് നമുക്ക് മൈലേജ് വരുന്നത്. ഇതിൽ നമുക്കൊരു 20-21 ആ റേഞ്ചിൽ. ഇത് പെട്രോൾ എഞ്ചിൻ അല്ലേ? ഇത് പെട്രോൾ എഞ്ചിൻ. ഇതിൽ ടിയാഗോയിലും ടിഗോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതിന്റെ സെഡാൻ ടൈപ്പ് ആണ് അത് വരുന്നത്. ഡീസൽ ആണോ അത്? അതില് പെട്രോൾ തന്നെയാണ് വരുന്നുള്ളൂ. അത് ടിയാഗോ ടിഗോർ മാത്രം നമ്മുടെ ഇപ്പോൾ പെട്രോൾ ആയിട്ടുള്ളൂ. അതായത് ഇതിന്റെ ബാക്ക് സൈഡ് ഇത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കണം. ബാക്ക് സൈഡ് പുറത്തേക്കാണ്. ചില പ്രീമിയം സെഗ്മെന്റ് ഡോക്ടേഴ്സ് അങ്ങനത്തെ. അപ്പൊ ഈ ഒരു മോഡലിൽ എങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ ശരിക്കും വരുന്നത്? ഇതിന് ബേസ് മോഡൽ നമുക്ക് 575 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 749 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത് ഇതേപോലെ തന്നെ കുറെ കളറിലുണ്ടാവില്ലേ? കളറുണ്ട്. വൈറ്റ്, റെഡ്, പിന്നെ ബ്ലൂ. അത് നമുക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് കളർ നമുക്ക് ചെയ്യാം. പ്രൈസിംഗ് ഒക്കെ സെയിം ആണ്. കളറിന് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലേ? ഓക്കെ. ഇതിനും പ്രൊജക്ടർ ഹെഡ് ലാംപ്സും പിന്നെ ഒരു ഹലോജനും. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡല് നമുക്ക് വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അവസാനം നമുക്കൊരു ചെറിയൊരു XUV മോഡൽ വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയാണ് നമുക്ക് നെക്സോൺ സജസ്റ്റ് ചെയ്തത്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് BS6 വേരിയന്റ് അല്ലേ? നെക്സോൺ 2020 ആണ്. ഇതിൽ നമുക്ക് വെച്ചാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും സേഫസ്റ്റ് കാർ, 5 സ്റ്റാർ റേറ്റിംഗ് അസസ്മെന്റിൽ ഏറ്റവും നമ്പർ 1 ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ BS6 എഡീഷനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യം ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന മുകളിലേക്ക്, ഇതിന് ഇത്തിരി വലിപ്പം കുറവായിരുന്നില്ല. അതെ, വലിപ്പം കൂടുതലായി ഇൻഡിക്കേറ്ററിന്റെ സൈഡ് പോയി സ്പേസ് പോയിരുന്നു. ഇപ്പൊ അത് ഒക്കെ ചുരുക്കിയിട്ട് നമ്മുടെ ജാഗ്വാറിന്റെ ഈ പേസ് എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക്, അതായത് ഫ്രണ്ട് ഭാഗം മാത്രം ഇത്തിരി ചെറുതായി അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു വണ്ടിയുടെ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ BS6 മുതൽ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതിലെ എല്ലാ വേരിയന്റും, അതായത് നമ്മുടെ ബേസ് മോഡൽ തൊട്ടുള്ള വേരിയന്റിൽ നമുക്ക് ചേരുന്നത് പ്രൊജക്ടർ ലാംപ്സ് പ്ലസ് DRL വരുന്നുണ്ട്. ഇതില് LED അല്ല, HID അല്ല, നമുക്ക് ഹാലോജന്റെ പ്രൊജക്ടർ ലാമ്പ് അല്ലേ? ഓക്കെ, ഇതാണല്ലോ പുതിയതായിട്ട് വന്ന DRL എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ തന്നെയാണ് ഇൻബിൽട്ട് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ബോണറ്റ് ഇതല്ലാണ്ട് വേറെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ടിലും ബാക്കിലാണ് കാര്യമായിട്ടുള്ള ചേഞ്ചസ്, ഇന്റീരിയറിലാണ് പിന്നെ ബാക്കിയുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇന്റീരിയർ കൂടെ നോക്കാം അല്ലേ? ടയർ സൈസിൽ അലോയിന്റെ ഭാഗത്ത് 5 സ്പോക്ക് 8 ആക്കിയുന്നുണ്ട്. ഇന്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ? നമുക്കിത് ടോട്ടൽ മുമ്പ് എല്ലാതും ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു വന്നിരുന്നത്, ഡ്യുവൽ ടോൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു പാനലും കാര്യങ്ങളൊക്കെ ഡിസൈൻ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ നമുക്കിപ്പം സൺറൂഫ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഷോറൂം പ്രൈസ് എങ്ങനെയാണ്? ഇതിന്റെ ബേസ് മോഡൽ 695 തൊട്ടിട്ട് ടോപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം. ടോപ്പിലേക്ക് എത്തുമ്പോൾ ഒരു 1030 ആ റേഞ്ചിലേക്ക് പ്രൈസിലേക്ക് വരും. ഓക്കെ, ഇതിന് ഇപ്പൊ BS6 അതിന് ശേഷം വിലയിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ട്? നമുക്ക് ഇതുവരെ നമ്മൾ പ്രൈസിങ്ങിലൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ടാക്സിന്റെ ഒരു ചെറിയൊരു 2% വർദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന് ബാക്ക് സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലോ? നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. ഇതിന് ഈ പറയുന്ന പോലെ ഇത് റിയർ AC കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഫുൾ ഓപ്ഷൻ ബേസ് മോഡലിൽ വരുന്നില്ല. ബേസ് മോഡലിൽ നമുക്ക് റിയർ AC ഉണ്ടാവില്ല. നമുക്ക് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞു? ബാക്കിൽ നമുക്ക് മെയിനായിട്ട് ടെയിൽ ലൈറ്റിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്, ടെയിൽ ലാമ്പ് മാറിയിട്ടുണ്ട്. മറ്റേത് മുമ്പത്തെ മോഡലിൽ നമുക്കൊരു ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി വൈഡാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൽ IRA എന്നുള്ളൊരു ന്യൂ ഫീച്ചർ വന്നിട്ടുണ്ട്. അതിൻ്റെ വെച്ചാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും മൂവ് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അലാറം മൊബൈലിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും. 7 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്ര കിലോമീറ്റർ വണ്ടി ഫ്യൂൽ ബാലൻസ് എല്ലാ വണ്ടികളും വരുന്നത് പോലെ തന്നെയാണ്. അതെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ പുതിയ ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിരിക്കുന്നത്. പിന്നെ ആവറേജ് മൈലേജ് ഏകദേശം നമുക്ക് 17 ആണ് ഈ പറയുന്ന മൈലേജ് കമ്പനി പറയുന്നത്. നമുക്കൊരു 15 ആ ഒരു റേഞ്ചിൽ ഇതിൽ 3 മോഡ് വരുന്നുണ്ട് പ്രധാനമായിട്ട്. അതായത് പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ സിറ്റി മോഡാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവാം. പിന്നെ നമുക്ക് ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്കോ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മൈലേജ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. പിന്നെ സ്പോർട്ട്, അത് മൈലേജ് കുറച്ച് മാറ്റം വരും, പക്ഷെ വണ്ടി പവറിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ആണല്ലോ അതിന് വേണ്ടി വന്നിട്ടുള്ളത്. അതെ, ഈ ബട്ടൺ. ഇനി നമ്മൾ എടുത്ത വണ്ടി കാണിക്കാട്ടെ. അപ്പോൾ ആ ഒരു വണ്ടിയും കൊറോണയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഉപേക്ഷിച്ചത്. അതായത് ഫുൾ ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ ബേസ് മോഡലിലേക്ക് അവസാനം തിരിഞ്ഞു. ഇതാണ് നമ്മുടെ, അതായത് ഞാൻ പുതുതായിട്ട് എടുത്തിട്ടുള്ള എൻ്റെ വണ്ടി എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഈ ഒരു വണ്ടി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്തൊരു വണ്ടി കോമ്പാക്ട് XUV എന്നുള്ളൊരു സെഗ്മെന്റ് വരുന്നത്. ഇത് ലെങ്ത് വരുന്നത് നമുക്ക് 3993 ആണ് ഇത് ലെങ്ത് വരുന്നത്. നമുക്ക് വിഡ്ത് വരുമ്പോൾ 1118 ആണ്. ആ ഒരു മോഡലിൽ ലുക്കിൽ വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മുടെ റോഡിന്റെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏറ്റവും ഈ സെഗ്മെന്റ് 209 ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിൽ അലോയ് ഉണ്ടാവില്ല, നോർമൽ വീൽസ് ആണ് വരിക. പിന്നെ ഇതില്ല, ഫോഗ് ലാമ്പ് ഇല്ല, ഫോഗ് ലാംപ്സ് വരില്ല. പിന്നെ ടയർ സൈസിൽ വല്ല മാറ്റം ടയർ സൈസ് 16 തന്നെയാണ്, സെയിം തന്നെയാണ്. പിന്നെ മുകളിലത്തെ റെയിലില്ല, റെയിൽ വരുന്നില്ല. ഇതിൽ വരുമ്പോ റിയർ ഡിഫോഗർ, റിയർ വൈപ്പർ. ഇതിലിപ്പോ ഇൻബിൽഡ് ആയിട്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ബേസിൽ ഉണ്ടാവില്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണം. അതായത് ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരും, സൺറൂഫ് വരും, ക്രൂസ് കൺട്രോൾ വരും. പിന്നെ ഇതിലും വ്യത്യാസം ഉണ്ടല്ലേ, ഈ ഒരു പാനലിലും വ്യത്യാസമുണ്ട്. അതിൽ മറ്റേ വൈറ്റ് ഡ്യുവൽ ടോൺ ആയിട്ടാണ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് ഗ്രേ എന്നുള്ള രീതിയിലാണ്. ഓക്കെ. പിന്നെ വേറെ മാറ്റങ്ങളൊന്നും. ഓക്കെ, കാണാൻ ലുക്കും കാര്യങ്ങളൊക്കെ സെയിം. എഞ്ചിൻ സൈഡ് ഏകദേശം സെയിം തന്നെയാണ്. എഞ്ചിൻ വൈസ് യാതൊരു മാറ്റങ്ങളും
ഇല്ല. ഓപ്ഷൻ ആയാലും ബേസ് ആയാലും 1200cc പ്ലസ് 110 PS പവർ ആണ് വരുന്നത്. സെയിം തന്നെയാണ്. അതിൽ ഫീച്ചേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ. നമുക്കിപ്പോൾ ഇനി അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്യേണ്ടി വരുന്നു മാത്രം. അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം അതിൽ ഓൾറെഡി നമുക്ക് ഇതിൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമുക്ക് 2 പവർ വിൻഡോ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 വിൻഡോ ആഡ് ചെയ്യേണ്ടി വരില്ല, 2 ചെയ്യേണ്ടി വരുന്നു. നമുക്ക് ഇതിൽ ഇപ്പോൾ നോർമലായിട്ട് പവർ വിൻഡോ ഫ്രണ്ടിലുണ്ട്. പിന്നെ ടിൽറ്റഡ് സ്റ്റിയറിംഗ്, ഡ്യുവൽ AC, റിവേഴ്സ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ടല്ലോ. നമുക്ക് ഇതിൽ മ്യൂസിക് സിസ്റ്റം ബാക്കിലത്തെ പവർ വിൻഡോ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പൊസിഷനിലാണ് അത് റേഞ്ച് റോവറിന്റെ ഒരു അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും വണ്ടി ഞാൻ ഇന്ന് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടും. 2-3 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള എല്ലാ സ്പെക്കും വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കൂടി ഇടാം. റിവ്യൂ ആയിട്ടൊന്നല്ല, ജസ്റ്റ് കാർ വാങ്ങിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ഡെലിവറി ചടങ്ങുകളിലേക്ക്. അപ്പോൾ നമുക്ക് കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ASM റിഷാദ്, ഹായ് ബുക്ക്. അടുത്തത് നമ്മുടെ GM ഹായ് ബുക്ക്. അത് നമ്മുടെ ഈ ടീമിൻ്റെ ലീഡറാണ് മിലൻ എന്ന് പറയും. ആ ടീമിൻ്റെ സ്ട്രെങ്ത് ആണ് സിബി ആൻസൺ ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർ അഡ്വൈസറായിട്ട് തന്നിരുന്നത്. ഇത് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിഷാന്ത്, അടുത്ത ടീം ലീഡറാണ്. ഓക്കെ, പിന്നെ കമ്പനിയുടെ ട്രെയിനറാണ്. നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറിന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ടാറ്റയുടെ ബാക്കിയുള്ള വണ്ടികളും കൂടെ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഏഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ചില ആൾക്കാർക്ക് ടാറ്റേനെ പണ്ടത്തെ ടാറ്റ ആയിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു കാർ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരാണ് എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നത്. മാക്സിമം നിങ്ങളൊരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഒന്നല്ലെങ്കിൽ കാർ ഉപയോഗിക്കണവരടുത്ത് പോയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുക. ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 99% നെഗറ്റീവായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അവസാനം നിങ്ങൾ കാർ എടുക്കാണ്ട് വണ്ടി എന്നുള്ള ഒരു മോഹം വരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഈ ഒരു മോഡലിലേക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ സേഫ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കാറ് ലോകോത്തര നിലവാരത്തിൽ 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ട് ഫസ്റ്റത്തെ കാറാണെന്ന് തോന്നുന്നു എത്താന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ചെറുതായിട്ട് നമുക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ചിലവർ വളച്ചൊടിച്ചൊരു നെഗറ്റീവ് രീതിയിൽ ബാക്കിയുള്ളവർക്ക് ഒരു റിവ്യൂ പോലെ കൊടുക്കുന്നത്. അതായത് കാർ ഭയങ്കര മോശമാണ്, അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്നും നോക്കാൻ നിന്നില്ലേ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വണ്ടി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു. അപ്പോൾ ആ ഒരു മോഡൽ എടുക്കാനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ തന്നെ ചെറിയൊരു മോഡലായിട്ടുള്ള ബേസ് മോഡലാണിത്. ഈ ഒരു മോഡലിലേക്ക് തന്നെ തിരിയാന്ന് വിചാരിച്ചപ്പോൾ രൂപം കൊണ്ട് ഏകദേശം ആ ഒരു കാറിലിരിക്കണ ആ ഒരു ഫീലിംഗ് ഉണ്ട്. രൂപം കൊണ്ടും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലും. അപ്പോൾ BS4 സെക്കൻഡ് ഹാൻഡ് എടുക്കാനൊക്കെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു BS6 ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലുക്കും ഒരു ഷേപ്പും മറ്റേ ജാഗ്വാറിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഏകദേശം ആ ഒരു വണ്ടിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് ആ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മോഡലിലേക്ക് കയറിയത്. മൈലേജിൻ്റെ കാര്യത്തിലും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും സേഫ്റ്റിയുടെ കാര്യത്തിലും ഫസ്റ്റ് ഇക്കണോണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയിട്ട് വണ്ടി എടുത്തു. അപ്പോൾ നല്ലൊരു ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻറ്റ് വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ കാറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതുവരെ കാറിൻ്റെ റിവ്യൂ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാറിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങാം. ഇപ്പം ഇത്തരത്തിലുള്ള റിവ്യൂസ് ഇനി പ്രതീക്ഷിക്കാം ഗൈസ്. അപ്പോൾ ടാറ്റയുടെ ഏതെങ്കിലും കാറുകളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഷോറൂമിലത്തെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു എക്സിക്യൂട്ടീവിൻ്റെ 1 2 പേരുടെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെയിട്ടുണ്ട്. അപ്പോൾ സെയിൽ സംബന്ധിച്ച് എന്ത് ഹെൽപ്പിനും നിങ്ങൾക്ക് അവർക്ക് വിളിക്കാം. അവർ മാക്സിമം സഹായം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.